സ്വയം മാർഗങ്ങൾ കണ്ടെത്തി ഒരു പെണ്ണ് നടത്തിയ അപൂർവവും അതിസാഹസികവുമായ ഒരു പോരാട്ടത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ. കേരളം ഉറ്റുനോക്കുന്ന ആ പൊള്ളുന്ന ഉത്തരങ്ങളിലേക്ക് ഇനി ഉത്തരം. സ്വാഗതം ഡോക്ടർ ജാനകി. ഒറ്റ ചോദ്യം, ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഭയമുണ്ടായിരുന്നില്ലേ? ഇല്ലാന്ന് പറഞ്ഞാൽ അത് കളവാവും. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാളൊക്കെ മേലെയായിരുന്നു എനിക്കെന്റെ അശ്വിൻ. എല്ലാം അറിഞ്ഞിട്ടും അവനെ കൊന്നവനെ വെറുതെ വിടാൻ എനിക്കാവില്ലായിരുന്നു. പക്ഷേ ഈ വിഷയത്തിലെ ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യം, സാക്ഷികളില്ലാത്ത, തെളിവുകളില്ലാത്ത, രാത്രിയുടെ മറവിൽ കാട്ടിൽ വെച്ച് നടന്ന ഒരു കൊലപാതകം. അത് CI ആണ് കൊലപാതകിയെന്ന് ഇത്ര കൃത്യമായിട്ട് എങ്ങനെയാണ് മനസ്സിലാക്കിയത്? കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാനും അശ്വിനും പ്രണയത്തിലായിരുന്നു. അവൻ കൊല്ലപ്പെട്ടതിന്റെ പിറ്റേ ദിവസം ശനിയാഴ്ച ഞങ്ങളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അശ്വിൻ പറഞ്ഞത് പ്രകാരം ഹോസ്പിറ്റലിൽ നിന്ന് 2 ദിവസം ലീവ് എടുത്ത് ഞാനൊരു 9 മണിയോടുകൂടി ഇറങ്ങി. പിറ്റേന്ന് രാവിലെ തന്നെ യാത്ര തിരിക്കാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പക്ഷേ രാത്രി 9 മണിയായിട്ടും അവൻ എന്നെ വിളിക്കാതായപ്പോൾ ഞാൻ അവനെ വിളിച്ചു നോക്കി. പക്ഷെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. രാത്രി ഒരുപാട് വൈകിട്ടും അശ്വിനെ വിളിച്ച് കിട്ടാതായപ്പോൾ ഞാൻ ഞങ്ങളുടെ കോമൺ ഫ്രണ്ടായ വിവേകിനെ വിളിച്ചു. ഹലോ എടാ വിവേക്, നീ എവിടെയാ? ഞാൻ ഫാമിലാ. എന്താടി നേരത്തെ? എടാ അശ്വിൻ തന്നെ വിളിച്ചായിരുന്നോ? എനിക്ക് അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഫോൺ സ്വിച്ച് ഓഫാ. വൈകിട്ട് ഞാൻ ടൗണിലേക്ക് പോയപ്പോ അവന്റെ വണ്ടി കയറി ആ പൂപ്പാറിൽ ഇറങ്ങിയായിരുന്നു. അവനെന്ത് വെള്ളിമൂടെ പടവെടുക്കാൻ പോവാന്നാ പറഞ്ഞേ. ഞാൻ തിരിച്ചു വരുമ്പോഴും വിളിച്ചിരുന്നു, കിട്ടിയില്ല, സ്വിച്ച് ഓഫ് ആയിരുന്നു. അവൻ വീട്ടിലെങ്ങാനും കാണുന്നേ. നീ വീട്ടിലേക്ക് വിളിച്ചിരുന്നോ? ഇല്ല, ആ നമ്പർ സ്വിച്ച് ഓഫാ. ആണോ? നീ വെറുതെ ടെൻഷൻ ആവല്ലേ, ഞാൻ രാവിലെ പോയി നോക്കട്ടെ. സമാധാനമില്ലാതെ പിറ്റേന്ന് രാവിലെ തന്നെ ഞാൻ വിവേകിന്റെ ഫാം ഹൗസിലെത്തി. വഴി ഭയങ്കര മോശം. നോക്ക്, എന്റെ വണ്ടി പോ. അവൻ വീട്ടിലെത്തിയിട്ടില്ല. ഇന്നലെ കൂട്ടുകാരത്തേക്കും പോയി കാണോ? എന്നാലും അവൻ എന്നെ വിളിക്കാണ്ടിരിക്കോ? നീ അവനെ പൂപ്പാറകളിലോ കാട്ടിക്കൊണ്ട് വിട്ടു എന്നല്ല പറഞ്ഞേ? ആ അതെ. ഇത് കണ്ടോ, അവന്റെ ലാസ്റ്റ് ലൊക്കേഷൻ ഇപ്പോഴും അവിടെ തന്നെയാ. അശ്വിൻ, അശ്വിൻ, അശ്വിൻ. ഒരു പിടിവലി നടന്നതിന്റെ ലക്ഷണങ്ങൾ കണ്ട് ഞങ്ങൾ ആ പരിസരം പരിശോധിച്ചു. അപ്പോ അശ്വിന്റെ ഒരു ഒടിഞ്ഞ സ്പെക്സും CI കർണന്റെ നെയിം ബോർഡും അടുത്ത് തന്നെ എന്തോ മറവ് ചെയ്ത പോലെ ഒരു കുഴിയും കണ്ടു. അപ്പോഴാ വിവേക് പറഞ്ഞത് തലേന്ന് ടൗണിൽ നിന്ന് വരുന്ന വഴി CI അങ്ങോട്ട് തിരക്കിട്ട് പോകുന്ന കണ്ടുവന്നു. കേസ് അന്വേഷിക്കേണ്ട ഉദ്യോഗസ്ഥൻ തന്നെ പ്രതിയായ സാഹചര്യത്തിൽ ഈ കേസ് എങ്ങനെയെങ്കിലും തേച്ചുമാച്ച് കളയാൻ സാധ്യതയുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നി. അതുകൊണ്ട് എന്ത് വില കൊടുത്തും ഇത് പുറത്തു കൊണ്ടുവരണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. കൊല നടന്ന ദിവസം ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു എന്ന് എനിക്ക് തെളിയിക്കാമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ സ്വയം ഒരു കഥയുണ്ടാക്കി സ്റ്റേഷനിൽ ഹാജരാവുകയായിരുന്നു. ജാനകി ഒരു മാതൃകയാണ്. അബലയെന്ന് സമൂഹം മുദ്ര ചാർത്തിയ സ്ത്രീയുടെ ആത്മബലത്തിന്റെ മാതൃക. അനുകരണീയമല്ലെങ്കിലും ഇത്തരം സന്ദർഭങ്ങളിൽ നേര് പുലരാൻ ജാനകിമാർ ഇനിയുമുണ്ടാകണം. ഉറക്കം കെടുത്തുന്ന മറ്റൊരു ചോദ്യത്തിന് ഉത്തരവുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ. സാർ, പാസ്റ്റർ വധക്കേസിൽ പ്രതി മരിച്ച സ്ഥിതിക്ക് യെസ് അത് അബേറ്റ് ചാർജായി കോടതിക്ക് റിപ്പോർട്ട് ചെയ്യണം. സാർ, പിന്നെ ആ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറോട് ഡീറ്റെയിൽ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് അയാളെ കൂടെ വിറ്റ്നസ് ആക്കിയിട്ട് വേണം ചാർജ് കൊടുക്കാൻ. സാർ. ഓക്കെ സാർ. സാറ് വിളിക്കുന്നുണ്ട്. ജാനകി കം. ഇന്നലെ താൻ ചാനലിലിരുന്ന് വിളിച്ച് പറഞ്ഞതൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റായി എടുക്കാനാണ് ഞാൻ പറയാൻ പറഞ്ഞത്. കുറച്ച് കഴിഞ്ഞ്
அதுவும் நான் ஒரு கதை தான் சொன்னேன்னு நீங்க சொல்லக்கூடாதுல்ல. ഇനി എന്ത് കഥ പറഞ്ഞാലും എനിക്കൊന്നും നഷ്ടം തിരിച്ചു കിട്ടില്ലല്ലോ സാറേ. ജാനകി, കൺഗ്രാറ്റ്സ്. എന്തിന്? അല്ല, പലരും തോറ്റുപോന്ന് വിചാരിച്ചെടുത്ത് പൊരുതി ജയിച്ചതിന്. എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. എനിവേ താങ്ക് യു എല്ലാത്തിനും. ഇതെന്താ ജാനകി, ശീലമില്ലാത്തെന്തോ ജോലി ചെയ്ത പോലെ? അത് കഴിഞ്ഞ ദിവസം വീട്ടിലൊരു തെങ്ങ് നട്ടതാ. നടുന്നതൊക്കെ നല്ലതാ ജാനകി, പക്ഷെ മണ്ണ് മോശമായ എത്ര നനച്ചാലും ചിലത് മുളയ്ക്കില്ല. ഇതിനകത്ത് CSRന്റെ ഫോൺ ലൊക്കേഷനിലാണ്. കൊല നടത്തിയതിന്റെ പിറ്റേ ദിവസവും CA കാട്ടിലേക്ക് പോയിട്ടുണ്ട്. അത് ഉറപ്പായിട്ടും തെളിവ് നശിപ്പിക്കാനാണ്. പിന്നെങ്ങനാ ജാനകി എല്ലാരും കാണുന്ന വിധത്തിൽ അവിടെ ഒരു ഫേക്ക് ഗ്ലാസ് അവശേഷിച്ചത്? അശ്വിൻ ഒരിക്കലും ഗ്ലാസ് ഉപയോഗിച്ചിരുന്നില്ല ജാനകി. കൊന്നു കുഴിച്ചിട്ടടുത്തേക്ക് ബോധമുള്ള ആരെങ്കിലും ആളുകളെ കൂട്ടിക്കൊണ്ട് പോവോ ജാനകി? അത്ര ആത്മധൈര്യമുള്ള CA ആത്മഹത്യ ചെയ്യോ? സത്യം പറ, ശരിക്കും ഇവിടെ എന്താ സംഭവിച്ചത്? സാറിന് വേണ്ടത് ഒരു ഉത്തരവാണെങ്കിൽ ഇതിനുത്തരം പറയാവുന്ന ഒരാൾ, ഒരേ ഒരാൾ, അത് CA ആയിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, അയാളിപ്പോ ജീവനോടെ ഇല്ലല്ലോ. ഇനി ഇങ്ങേരത് ചുരണ്ടിക്കൊണ്ട് പുറകെ വരുമോ ജാനു? അവനെന്തോ പറ്റിയിട്ടുണ്ട്. ജാനകി, ജാനു, നീ എന്താ ഈ കാണിക്കുന്നേ? പിന്നെ നമ്മുടെ അച്ഛനെ കൊന്നവര് വെറുതെ വിടണമെന്നാണ് നീ പറയണേ? അങ്ങനല്ല, അവനെ കൊന്നവർ തന്നെ വിളിച്ചു വരുത്തിയ അവര് നമ്മളെ കൂടെ പ്രതിയാക്കും. ഒന്ന് മനസ്സിലാക്കുക ജാനു, നമുക്ക് എത്രയും കൊണ്ട് പോണം. 5 ദിവസം നീണ്ടു നിൽക്കുന്ന അമേരിക്കൻ സന്ദർശനത്തിനായി ആഭ്യന്തരമന്ത്രി പള്ളിയിൽ ദിനേശൻ തിങ്കളാഴ്ച യാത്ര നീ തിരിച്ചു. എന്റെ കൂടെ ഉണ്ടാവില്ലേ? ഇത്തിരി വെള്ളം എടുത്തടി. വെള്ളം എന്ത്? അമ്മ വിളിച്ചോണ്ടിരുന്ന. புரியுது, உனக்கு வெளியே ஆளுங்க இருக்காங்க. உனக்கு என்ன ஆனாலும் இந்த வீடியோ வெளியே வரும், அவ்வளவுதானே? ஐடியா நல்லாதான் இருக்கு, ஆனா எனக்கு இது ஒரு மேட்டரே இல்லை. ஒரு பொண்ணு ஒரு ஆளை கொண்டுட்டான்னு சொல்லி ஸ்டேஷனுக்கு வராங்க. பின்னாடியே கரெக்டா மீடியா வருது. மீடியாவை கூட்டிட்டு கொன்னு புதைச்ச இடத்துக்கு போய் CAயும் நானும் சேர்ந்து தான் கொன்னோன்னு சொல்றாங்க. ஏமா, நான் போலீஸ்காரன் தானே, யோசிப்பேன்ல. அதுக்குதான் நல்லா யோசிச்சுதான் நான் அன்னைக்கே டைப் பண்ணி காமிச்சேன். അതെ സർ. ஆனா உன்னோட கான்ஃபிடன்ஸ் பார்த்தப்போ எனக்கு ஏதோ நீ ஒரு சாலிடான விஷயத்தை வச்சுதான் இதெல்லாம் பண்றேன்னு தோணுச்சு. அதை தெரிஞ்சுக்கிறதுக்காக தான் வெயிட் பண்ணேன். தெரிஞ்சிருச்சு. இப்போ ஏதாவது ஒரு புது கதையை ரெடி பண்ணி உன்னை உள்ள தள்ளிட்டா
மினிஸ்ட்ரியும் காப்பாத்தலாம், சிஏயும் காப்பாத்தலாம். அது மட்டும் இல்ல, எனக்கு ஒரு ப்ரொமோஷனும் வெயிட்டிங்ல இருக்கு. எப்படி? சூப்பர்ல? അത് തെറ്റല്ലേ സാറേ? ஏய் இரு. ஆனா நான் அப்படி பண்ண மாட்டேன். ஏன் தெரியுமா? எனக்கு உன்னை பிடிச்சிருக்கு. பொண்ணுன்னா உன்ன மாதிரி இருக்கணும். சும்மா நடந்ததையே நினைச்சு அழுது புலம்பாம தனியா வந்து மிரட்டிட்டியே, செம. அதனால ஜானகி, നിനക്ക് എന്താ വേണ്ടത് പറ. சார் முடியாது சார். அந்த பொண்ணு ரொம்ப தெளிவா இருக்காங்க. சிஐ போனதுக்கும் செஞ்சதுக்கும் மொபைல் டீடைல்ஸ் கிளியரா இருக்கு. அது மட்டும் இல்ல சார், இந்த எவிடன்சஸ் கிடைச்சது எல்லாமே மீடியா முன்னாடி. എന്നാ പിന്നെ ആ പെണ്ണിന്റെ മേലെ ചാർത്തിക്കൂടെ? இல்ல சார், முடியாது சார். கொலை நடந்த டைம்ல அவங்க ஹாஸ்பிட்டல் இருந்ததுக்கான ப்ராப்பரான எவிடன்சஸ் இருக்கு. എന്നാ പിന്നെ കരുണനോട് സറണ്ടർ ആവാൻ പറ. ബാക്കി നമുക്ക് വഴിയെ നോക്കാം. முடியாது சார். நான் அவன்கிட்ட பேசினேன். அவன் உள்ள போனா தனியா போக மாட்டேன்னு சொல்றான் சார். அது மட்டும் இல்ல சார், இந்த பாஸ்டர் விஷயத்துல வேற ஏதோ ஒரு பெரிய கை இருக்குன்னு நினைக்கிறேன் சார். എന്താ അവൻ എന്തെങ്കിലും പറഞ്ഞോ? இல்ல சார். ஏன் சார், ஏதோ பிரச்சனையா? അല്ല சார், அவசரத்துல நம்ம ஏதாவது செஞ்சுட்டா அந்த அந்த விஐபி பிரச்சனை வெளியே வந்துடும் சார். யோசிச்சாலே தலை வெடிக்குது சார். சார், இந்த நேரத்துல அந்த ஆள் உயிரோடு இருக்கிறத விட ஏதோ இமோஷன்ல தற்கொலை பண்ணிட்டாருன்னா நம்ம சேஃப் சார். கன்ஃபெஷன் நோட் அதோ ரெடி பண்ணி கேஸை க்ளோஸ் பண்ணிக்கலாம். அந்த பொண்ணு பிரச்சனையை முடிஞ்சிடும். അപ്പൊ അവനെ ആത്മഹത്യ ചെയ്താൽ പ്രശ്നങ്ങളൊക്കെ തീരുവോ? சார், அது எப்படி சார்? ஹலோ ஹலோ சார். നിങ്ങളെന്താ ഇവിടെ? സാറ് ഞങ്ങൾ വെറുതെ വിട്ടെങ്കിലും SP ഞങ്ങളെ പൊക്കി ചോദ്യം ഞാൻ വിളിച്ചിട്ടുള്ള. സാറ് ചെറുതായിട്ട് ലോക്കായി നാളെ കേട്ടത്. അതൊന്നും സാറില്ലടാ, ഞാനും വരും. നമ്മളിത് എത്ര കണ്ടതാ അല്ലടാ? അല്ല, എന്താടാ? സോറി സാറേ. നമ്മളൊക്കെ ഒരു പണിയേറ്റാതെ എങ്ങനെയാവും? വേണ്ട. സർ, മാത്രമല്ല CA കൊല നടത്തിയതിന്റെ പിറ്റേ ദിവസം വിവേകും ജാനകിയും ആ കാട്ടിൽ പോയിരുന്നു. അവിടെ വെച്ചിട്ടാണ് സർ വിവേകിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആവുന്നത്. സർ, പിന്നെ നമ്മൾ ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമുണ്ട്. ഈ ജാനകിയുടെ പേരിൽ 2 ഫോൺ കണക്ഷൻസ് ഉണ്ടായിരുന്നു. കുറെ കാലമായിട്ട് അതിലൊന്ന് ഈ മരിച്ചുപോയ അശ്വിനാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അന്ന് രാത്രി CIയെ വിളിച്ചത് ജാനകിയല്ല, അശ്വിനാണ്. സോ ഐ ഫേംലി ബിലീവ് ദർ ഈസ് എ കണക്ഷൻ ബിറ്റ്വീൻ CI suicide ആൻഡ് ജാനകി.